നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ പണ്ട് ജീവിച്ചിരുന്നവരെല്ലാം നവോത്ഥാന നായകന്മാരാണ് എന്ന് പറഞ്ഞ് വ്യക്തികളെ പിന്നെ അവതരിപ്പിക്കുകയും പ്രസ്ഥാനത്തെയും അവരുയർത്തിയ സിദ്ധാന്തത്തെയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അന്ന് പ്രവർത്തിച്ചവരൊക്കെ നവോത്ഥാന നായകന്മാരാണിപ്പോൾ. അപ്പം നായകന്മാരെ പിന്നാലെ നമ്മൾ പോകുന്നത് കൊണ്ട് അവർ ഉയർത്തിവിട്ട അല്ലെങ്കിൽ അവർ ഉണർത്തിവിട്ട ചിന്തയെ നമുക്ക് യഥാവിധം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇന്നവർ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചട്ടമ്പി സ്വാമിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പിന്മുറക്കാർ എന്തുകൊണ്ടാണ് അവർ ചിന്തിച്ചതുപോലെയും പ്രവർത്തിച്ചതുപോലെയും പറഞ്ഞതുപോലെയും ഇപ്പോഴും ചെയ്യാത്തത് എന്നൊരു പൊതുയോഗത്തിൽ വെച്ചൊരാൾ ഒരാൾ എന്നോട് ചോദിച്ചു. ചർച്ചയാണ്. ചർച്ചയുടെ ഇടയ്ക്ക് ചോദ്യോത്തരത്തിൻ്റെ ഭാഗം വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ അവരുടെ കാര്യമൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ചോദ്യം വന്നത്. എന്തുകൊണ്ടാണ് അവരുടെ പിന്മുറക്കാർ, അവരുടെ ഊർജ്ജം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നവർ, അവരുടെ സിദ്ധാന്തം, അവരുടെ പാത പിന്തുടരുന്നു എന്ന് പറയുന്നവർ, ചിന്താപദ്ധതിയാണ് തങ്ങൾ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഉറക്കെ പറയുന്നില്ല? എന്തുകൊണ്ട് ചട്ടമ്പി സ്വാമിക്കും ശ്രീനാരായണ തൻ്റെ ഇടം കിട്ടി എന്ന് ചോദിച്ചപ്പോൾ എടുത്ത വായിലേ ഞാൻ പറഞ്ഞു അവർക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഉദ്ദേശമില്ലായിരുന്നു എന്ന്. ചട്ടമ്പി സ്വാമിക്ക് ശ്രീനാരായണ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശമില്ലായിരുന്നുകൊണ്ട് മനസ്സിൽ തോന്നിയ കാര്യം, സമൂഹത്തിൽ കണ്ട കാര്യം അതുപോലെ പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൻ്റെ ഒരു വഴിത്തിരിവാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഒരുപക്ഷെ സമകാലികനായിരുന്നു. ഒരു അല്ലെങ്കിൽ ഇളയ സഹോദരനും അല്ലെങ്കിൽ സ്ഥാനീയനായിരുന്നു. ചട്ടമ്പിയുടെയും ശ്രീനാരായണൻ്റെയൊക്കെ ഇളയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. ചട്ടമ്പി 24 ഗുരു 28 സമാധിയാവുന്നത്. അന്ന് യൗവനത്തിലായിരിക്കണം കുറ്റിപ്പുഴ. 1900 ശരിക്കും നല്ല തീഷ്ണ യൗവനത്തിലാണ് 20കളും 30കളും കേരളം ഇളകി മറിയുകയായിരുന്നു. അത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞ ചിന്താപദ്ധതിയിൽ. ആ ചിന്താപദ്ധതി ഉണർത്തിവിട്ടത് ചട്ടമ്പിയും പിന്നെ ശ്രീനാരായണ ഗുരുവൊക്കെ കൂടി തന്നെ. പക്ഷേ അവരിൽ നിന്ന് വേർതിരിഞ്ഞു പോയവരാണ് സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണീയനായി തുടർന്നുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ ശാസ്ത്ര ചിന്തയ്ക്ക് വഴിവെച്ചത്, യുക്തി ചിന്തയ്ക്ക് വഴിവെച്ചത്, അതിനെ പ്രചരിപ്പിച്ചത്, സയൻസ് യുഗത്തെക്കുറിച്ച് കവിത എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു പലരുമുണ്ട് ഈ ശാസ്ത്രചിന്തയെ മുന്നോട്ട് കൊണ്ടുപോയവർ. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സാഹിത്യരംഗത്തും സാഹിത്യ നിരൂപണ രംഗത്തുമാണ് നിന്നതെങ്കിലും നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള. അപാരമായ യുക്തിചിന്ത. അത് പലർക്കും ചരിത്രകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, സാഹിത്യകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം വെട്ടിത്തുറന്നത് പറയുമായിരുന്നു. അങ്ങനെയാണ് ഈ പറയികറ്റ പന്തലികുലത്തിലെ പലരും കപ്പഡോഷ്യയിൽ നിന്ന് വന്നതാണ്, സെൻറ് തോമസ് കപ്പഡോഷ്യയിൽ നിന്ന് വന്നതെന്നും അവിടുന്ന് ഈ പന്തലികുലം അങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളുണ്ട്. അതിൽ പറഞ്ഞ ഒരു നിരീക്ഷണം യുക്തിയാണ്. അവർ ഉപയോഗിച്ച അവർ ആശ്രയിക്കുന്നത് യുക്തിചിന്തയാണ്. മലയാളത്തിലും തമിഴിലുള്ള ഒരേ പദം രണ്ടർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടത്. സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ്? നമ്മൾ മലയാളികൾ പറയുന്നത് എന്താ? സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ്? കിഴക്ക്. അസ്തമിക്കുന്നത് മേക്ക്. പടിഞ്ഞാറെന്നുള്ള പോയി മേക്ക്. കിഴക്കും മേക്കും. ഇത് തമിഴ്നാട്ടിൽ ശരിയാണ്, കേരളത്തിൽ തെറ്റാണ്. കേസരി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗവേഷണ പ്രബന്ധങ്ങൾ 4 വാല്യത്തിൽ പുസ്തകങ്ങളുണ്ട്. അതിൽ പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്നത് തമിഴ്നാടിൻ്റെ തീരത്ത് നിന്ന് നോക്കിയാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നാണത് പൊന്തി വരുന്നത്. കീഴേന്ന് വരുന്നതാണ് കിഴക്ക്. വൈകുന്നേരം അസ്തമിക്കുന്നത് എവിടെ? തമിഴ്നാട്ടിൽ നിന്ന് തിരുനെല്വേലി ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ അസ്തമിക്കുന്നത്? മേളിലാണ്, സഖ്യപർവ്വതത്തിൻ്റെ മേളിലാണ്, മേൽക്ക്. അതാണ് മേക്കും കിഴക്കുമായത്. നമ്മൾ ഇപ്പുറത്തത് അനുകരിച്ചപ്പോഴോ തലതിരിഞ്ഞു പോയി. സൂര്യൻ ഉദിക്കുന്നത് മേക്കും അസ്തമിക്കുന്നത് കിഴക്കും എന്ന് നമ്മൾ പറയണം. ഈ തലതിരിഞ്ഞ ബുദ്ധി കേസരിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടാവുമോ? അതൊന്ന്. 2, ചട്ടമ്പിക്ക് യുക്തിചിന്ത ഉണ്ടായിരുന്നു. ആ യുക്തിചിന്ത വെച്ചാണ് അദ്ദേഹം കേരള ചരിത്രത്തെയും പിന്നെ ഭാഷാശാസ്ത്രത്തെയും തിരുത്തി എഴുതിയത്. അദ്ദേഹം ആദിഭാഷ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആദിഭാഷ അദ്ദേഹം പറയുകയാണ്, സ്വരാക്ഷരങ്ങൾ മിക്കവാറും എല്ലാ ഭാഷകളിലും ഒരുപോലെയാണ്. വ്യഞ്ജനാക്ഷരങ്ങളിലാണ് വ്യത്യാസം. ആ വ്യഞ്ജനാക്ഷരങ്ങളിൽ വ്യത്യാസം വരാൻ കാര്യം എന്താ? ആദ്യം കുറച്ച് അക്ഷരങ്ങൾ തുടങ്ങി പിന്നെ ആവശ്യത്തിനനുസരിച്ച് അത് വികസിക്കുകയാണ് പതിവ്. അങ്ങനെ ആവശ്യത്തിന് വികസിച്ചത് കൊണ്ടാണ് പിന്നീട് വ്യഞ്ജനാക്ഷരങ്ങളുടെ എണ്ണം കൂടിയത്. നമുക്ക് മലയാളത്തിൽ 5 വർണ്ണങ്ങളിലായിട്ട് 25 വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്.
കച്ചടത്തപ്പ എന്ന് പറയുന്ന 5 എണ്ണം, 25 എണ്ണം. അതിൽ തമിഴിൽ 10 എണ്ണമേ ഉള്ളൂ. ഖരം കഴിഞ്ഞാൽ പിന്നെ അനുനാസികം മാത്രമേ ഉള്ളൂ. കാ കഴിഞ്ഞാൽ പിന്നെ നഖത്തിൻ്റെ ഖാ ഇല്ല, ഗമയുടെ ഗാ ഇല്ല, മേഘത്തിൻ്റെ ഖാ ഇല്ല. അപ്പോൾ 3 അക്ഷരം അവിടെ ഇല്ല, ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഖരം കഴിഞ്ഞാൽ അനുനാസികം മാത്രമേ ഉള്ളൂ. സംസ്കൃതത്തിലോ ഈ 5 എണ്ണമുണ്ട്. സംസ്കൃതത്തിൻ്റെ സ്വാധീനം മലയാളത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ 5 അക്ഷരം കിട്ടിയത്. തമിഴിൽ അത് 2 ഉള്ളൂ. അപ്പോൾ തമിഴിൽ 2 ഉണ്ടാവാൻ കാര്യം എന്താ? ആദ്യം ഉണ്ടായ ഭാഷ അതാണ്, യുക്തിയാണ്. പിന്നീട് കൂട്ടിച്ചേർത്ത് നമ്മൾ 5 എണ്ണം 3 എണ്ണം കൂട്ടിച്ചേർത്ത് 5 എണ്ണം ആക്കിയതാണ്. പക്ഷേ ആദിഭാഷ എന്ന് പറഞ്ഞാൽ അത് തമിഴാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നില്ല, ആദിഭാഷയാണ്. അതാണ് പിന്നീട് പ്രാകൃതവും പാലിയുമായതെന്നും ആ പ്രാകൃതത്തിൽ നിന്നാണ് സംസ്കൃതം റിഫൈൻഡ് ആയിട്ട് വന്ന സംസ്കൃതം വന്നതുകൊണ്ട് യുക്തിചിന്ത അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സന്യാസിമാരാണെങ്കിലും നമ്മളവരെ സന്യാസിമാരാക്കി ആത്മീയ ആചാര്യന്മാരാക്കി വച്ചപ്പോഴും അവരുടെ ചിന്തയിൽ യുക്തി ഉണ്ടായിരുന്നു. ആത്മീയത എന്നൊരു അംശം അവരിൽ ഉണ്ടായിരുന്നെങ്കിൽ യുക്തിചിന്തയായിരുന്നു. ശ്രീനാരായണ ഗുരു 924 അദ്വൈതാശ്രമത്തിൽ, അവിടെ ആലുവ അദ്വൈത ആശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിന് സ്വാഗത പ്രസംഗം പറഞ്ഞത് സ്വാമി സത്യവ്രതൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ. അത് എഴുതി തയ്യാറാക്കിയത് CV കുഞ്ഞിരാമനും സഹോദരൻ അയ്യപ്പനും സത്യവ്രതനും കൂടിയാണ്. ഗുരുവിനെ കാണിച്ചു. ഗുരു അത് വായിച്ചു നോക്കി, ചില ഭേദഗതികൾ വരുച്ചു. അത് വായിക്കാൻ, സ്വാഗത പ്രസംഗം വായിക്കാൻ സത്യവ്രതനെ ഏൽപ്പിച്ചു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു പ്രസംഗമാണത്. അതിലൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, ഉത്തുംഗമായ ഗന്ധകാമ്ലം കണ്ടുപിടിച്ചത് ശാസ്ത്രജ്ഞനാണ്. എന്നാൽ അതുപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി പണമുണ്ടാക്കിയത് വ്യവസായിയാണ്. എന്താണ് ഈ ഗന്ധകാമ്ലം? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെയാണ് ഗന്ധകാമ്ലം. അത് നല്ല മലയാളം അന്നുണ്ടായിരുന്നു, ഇന്ന് ഇല്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട്. ഗന്ധകാമ്ലം കണ്ടുപിടിക്കുന്നത് ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അത് വെച്ച് ആയുധങ്ങളോ ഉപകരണങ്ങളോ ഉണ്ടാക്കി കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുന്നത് വ്യവസായിയാണ്. ഉദാത്തമായ ആത്മീയ തത്വങ്ങൾ കണ്ടുപിടിക്കുന്നത് ആത്മീയ ആചാര്യന്മാരാണ്. എന്നാൽ അവയെ വിറ്റ് കാശാക്കി പണമുണ്ടാക്കുന്നത് മതവ്യവസായികളാണ്. ആ വാക്ക് ശ്രദ്ധിക്കണം, മതവ്യവസായികൾ. അപ്പോൾ മതത്തെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ സങ്കല്പം എന്താണ്? മതം ഒരു മതാധിപൻ അല്ലെങ്കിൽ ഒരു മതസംഘടന, ഒരു മത സമൂഹം ബ്രൂണോയെ ചുട്ടുവെന്ന കാര്യം പറയുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം മതവ്യവസായമാണ്. ആത്മീയ തത്വങ്ങൾ എന്ന പരിചയം മുന്നിൽ നിർത്തി പിന്നിൽ കച്ചവടം നടത്തുന്നവരാണ് ചരിത്രത്തിലുടനീളം മതസംഘടനകൾ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് ശ്രീനാരായണ ഗുരു പരോക്ഷമായി പറയുകയാണ് ഈ സ്വാഗത പ്രസംഗത്തിലൂടെ. മറ്റൊന്ന്, 928 ഗുരുവിൻ്റെ നിര്യാണത്തിற்கு സമാധിക്കും 6-7 മാസം മുമ്പാണ് കോട്ടയത്ത് വെച്ച് ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ആലോചന വരുന്നത്. അത് അവിടെയുള്ള SNDP യോഗത്തിൻ്റെ നേതാക്കളാണ്. അദ്ദേഹം തിരുനക്കര സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ചാണ് സംസാരിക്കുന്നത്. നല്ല ആശയമാണെന്ന് തോന്നി, സമ്മതിച്ചു. അത് എങ്ങനെ പോകണം, എന്തിനു പോകണം മുതലായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. വേഷം വേണമെന്ന് വരെ ചർച്ച ചെയ്തു. ആ വേഷം വേണമെന്നുള്ളതൊക്കെ പറയുന്നത് പ്രധാനമാണ്. അദ്ദേഹം പറയുന്നു, വെള്ള ഗൃഹസ്ഥന്മാരുടെ വേഷമാണ്, കാവി അത് സന്യാസിമാരുടെ വേഷമാണ്, കറുപ്പ് അത് അയ്യപ്പ ഭക്തന്മാരുടെ കരിമ്പടമാണ്, നമുക്ക് മഞ്ഞയാകട്ടെ. ശ്രീകൃഷ്ണൻ്റെയും ശ്രീബുദ്ധൻ്റെയും വേഷം മഞ്ഞയായിരുന്നല്ലോ. ശ്രീബുദ്ധൻ്റെയും നാസ്തിക വിഭാഗത്തിൽ നിന്ന് നമ്മൾ പറയുന്ന ശ്രീബുദ്ധൻ്റെ, ബുദ്ധമതത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധദർശനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വേഷം പീതാംബരനാണ്, കൃഷ്ണനും പീതാംബരനാണ്. അപ്പോൾ അതാകട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ഇനി എന്തിനു പോകണം എന്ന് ഈ ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത് ഒരു തീർത്ഥാടനം നടത്തണമെന്നുള്ള കാര്യമല്ലാതെ, ഒരു ആഘോഷമാക്കണം, അത് ആളെ കൂട്ടണമെന്നല്ലാതെ എന്തിനെന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ഒബ്ജക്റ്റീവിനെക്കുറിച്ച് അല്ലെങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ചൊരു ചിന്തയില്ലായിരുന്നു. ആ ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ 8 കാര്യങ്ങൾ പറയുന്നു. 8 കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ശ്രീബുദ്ധൻ്റെയും അഷ്ടാംഗ ദർശനമായിരുന്നല്ലോ. അപ്പോൾ ബുദ്ധമതം എന്തുമാത്രം സ്വാധീനം ഗുരുവിൽ ചെലുത്തി എന്നുള്ള കാര്യം സൂചിപ്പിക്കാം, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതിൽ അദ്ദേഹം ഒരു കാര്യത്തിലൊഴികെ ബാക്കി 7 കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളാണ് പറയുന്നത്. ലൗകികന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തീർത്ഥാടനം നടത്തുന്നത് ലൗകികന്മാരാണ്. ആ ലൗകികന്മാർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പാലിക്കണം എന്നാണ് തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യമായി പറയുന്നത്. ആദ്യം പറയുന്നത് കൃഷി എന്നാണ്, കച്ചവടം, വ്യവസായം, വിദ്യാഭ്യാസം, എന്നിട്ടാണ് ഈശ്വരചിന്ത. അതുമാത്രമേ ഉള്ളൂ. പിന്നെ സംഘടന. കാരണം എന്തിനും നമുക്കൊരു സംഘടന വേണം, സംഘടന ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. സംഘടന,
പിന്നെ സാങ്കേതിക വിദ്യ. AI ആദ്യം പറഞ്ഞ കേരളത്തിൽ അദ്ദേഹമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമ്മളിന്ന് ജീവിക്കുന്ന യുഗം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റേതാണ്, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടേതാണ്. അപ്പോൾ സാങ്കേതിക വിദ്യയെ ഒരു ആത്മീയ ആചാര്യനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗുരു തള്ളിക്കളഞ്ഞോ, നിഷേധിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ സാങ്കേതിക വിദ്യ വികസിക്കണം. അത് ആത്മീയ ആചാര്യന്മാരും സമൂഹത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് സമൂഹത്തിൻ്റെ ഉൾത്തുടിപ്പ്, ചൈതന്യം അവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ബ്രൂണോയുടെ വധത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ബ്രൂണോ രണ്ട് തരത്തിൽ പ്രസിദ്ധനാണ്. ഒന്ന്, അദ്ദേഹം കത്തോലിക്ക സഭയുടെ ആസ്ഥാന വിദ്വാന്മാരെ വെല്ലുവിളിച്ചു യുക്തിചിന്ത വെച്ച്. ആ യുക്തിചിന്തയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ശാസ്ത്രചിന്തയാണ്, ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളാണ്. അദ്ദേഹത്തിന് മുമ്പ് 2 പേർക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരാൾ കോപ്പർനിക്കസ്, അറിയാം, നമ്മുടെ ഈ ചലന സിദ്ധാന്തം പറഞ്ഞയാൾ. മറ്റത് കെപ്ലർ, ജർമ്മൻകാരനാണ് കെപ്ലർ. കെപ്ലറെ കണ്ണുകുത്തി പൊട്ടിച്ചു കളഞ്ഞു. ഹി വാസ് ബ്ലൈൻഡഡ് എന്നാണ് പറയുന്നത്. കോപ്പർനിക്കസിന് അദ്ദേഹം ഈ ഭൂമി ഇങ്ങനെ ഉരുണ്ട് കറങ്ങുകയാണെന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിമർശനം വന്ന് തല്ലി ചതച്ചു എങ്കിലും പറഞ്ഞു. ചതച്ചാലും ഉരുണ്ട് തന്നെ ഇരിക്കും, സ്റ്റിൽ ഇറ്റ് റിവോൾവ്സ് എന്നാണ് പോലും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പോളണ്ടുകാരനാണ്, അപ്പോൾ പോളിഷ് ഭാഷയിലായിരിക്കും പറഞ്ഞത്. മൂന്നാമതാണ് ബ്രൂണോയുടെ കാര്യം പറഞ്ഞത്, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അന്ന് കത്തോലിക്ക സഭ ഏർപ്പെടുത്തിയത് 2 വിധത്തിലുള്ള ശിക്ഷാരീതിയാണ്. ഇപ്പോൾ തൂക്കിക്കൊല്ലലും ഇലക്ട്രോക്യൂഷനും ഉണ്ടല്ലോ. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇലക്ട്രോക്യൂഷൻ, മറ്റെന്താ കറണ്ട് അടുപ്പിച്ചാണ് ചാകിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നമ്മൾ തൂക്കിക്കൊലയിൽ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് 2 തരത്തിലാണ് കൊലപാതകം നടപ്പിലാക്കിയിരുന്നത്. ഒന്ന് ബേണിംഗ് അറ്റ് ദ സ്റ്റേക്ക്, മറ്റത് കില്ലിംഗ് അറ്റ് ദ സ്കാഫോൾഡ്. ബേണിംഗ് അറ്റ് ദ സ്റ്റേക്ക് എന്ന് പറഞ്ഞ് ഇതേ പറഞ്ഞല്ലോ, കുന്തമനയോ അല്ലെങ്കിൽ ഒരു തൂണോ ഇരുമ്പ് തൂണോ കെട്ടി നിർത്തി അതിലാളെ വരിഞ്ഞ് കെട്ടി കരിയിലയും വൈക്കോലും കൊണ്ട് പൊതിഞ്ഞ് തീയിടും. അങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് വെന്ത് മരിക്കും. നമ്മുടെ ഈ തീച്ചാമുട്ടിയൊക്കെ ചാടുന്നത് പോലെ വെന്ത് മരിക്കും. മറ്റേത് കില്ലിംഗ് അറ്റ് ദ സ്കാഫോൾഡ്. സ്കാഫോൾഡ് എന്ന് വെച്ചാൽ ഒരു ഉയർത്തി വെച്ച പീഠത്തിൽ ഇയാളെ തലയെ വയ്ക്കുന്നു, ഒരു ആരാച്ചാര് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നു. ഈ 2 തരത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് കാർമ്മികത്വം വഹിച്ചിരുന്നത് ആർച്ച് ബിഷപ്പന്മാരാണ്, മത പുരോഹിതന്മാരാണ്. പൗരോഹിത്യമാണ് ഇത് വഹിച്ചിരുന്നത്. പൗരോഹിത്യം എന്ന് പറയുന്നത് മതത്തിൻ്റെ മാത്രം കാര്യമല്ല. ഏത് സമൂഹത്തിലും ഭൗതിക ചിന്തയുള്ളവർ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിരുന്നു. അവർ ഈ പൂജാരിമാരെ മുൻനിർത്തിയാണ് കാര്യങ്ങൾ മുഴുവൻ നടത്തിയിരുന്നത്. നമുക്ക് കേരളത്തിൻ്റെ അനുഭവം എടുത്തു കഴിഞ്ഞാൽ, തൊട്ടു മുമ്പ് നമ്മുടെ 20-ാം നൂറ്റാണ്ട് തൊട്ടു മുമ്പ് നിലനിന്ന വ്യവസ്ഥയെ നമുക്ക് ജന്മിത്തത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും വ്യവസ്ഥയെന്ന് വിളിക്കാമെങ്കിൽ, ആ ജന്മിത്തവും നാടുവാഴിത്തവും അവരുന്നയിച്ച അവരുടെ ഭരണപരമായ കാര്യങ്ങൾ, സമ്പത്തും അധികാരവും കൈവശം വയ്ക്കുന്നതിന് വേണ്ടി അവരുപയോഗപ്പെടുത്തിയത് പൗരോഹിത്യത്തെയാണ്. അവരുൾപ്പെടുന്ന പൗരോഹിത്യം. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പുരോഹിതൻ മാത്രമല്ല. ക്ഷേത്രങ്ങൾക്കകത്തോ ദേവാലയങ്ങൾക്കകത്തോ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസികളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പൂജാരി മാത്രമല്ല പൗരോഹിത്യം. ആ പൂജാരിയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അയാൾ പറയുന്നത് ശരിയാണ് എന്ന് സ്ഥാപിച്ചു കൊടുക്കുന്ന, അയാൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന, അങ്ങനെ ഒരു ഒത്താശ ചെയ്യുന്നത് കൊണ്ട് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത്? പൂജാരിയുടെ താല്പര്യമല്ലേ അവിടെ സംരക്ഷിക്കപ്പെടുന്നത്, ജന്മിയുടെ താല്പര്യമാണ്, നാടുവാഴിയുടെ താല്പര്യമാണ്. അപ്പം ജന്മിത്തത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും കാലത്ത് രൂപപ്പെട്ട ആ പൗരോഹിത്യമാണ് യൂറോപ്പിൽ. അവിടെ നിന്ന് ഫ്യൂഡലിസം, നമ്മളിവിടെ ജന്മിത്തം എന്ന് പറയുമ്പോൾ അവിടെ അതിന് പറഞ്ഞിരുന്ന പേര് ഫ്യൂഡലിസം എന്നാണ്. ആ ഫ്യൂഡലിസത്തിൻ്റെ കാലത്തിൽ നാടുവാഴികൾക്കും ജന്മിമാർക്കും ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കും വേണ്ട സഹായം ചെയ്തു കൊടുത്തിരുന്നത് കത്തോലിക്ക സഭയാണ്. അത് ഒറ്റ സഭയേ ഉള്ളൂ, കത്തോലിക്ക സഭ. കാരണം ക്രിസ്തുമതം യൂറോപ്പിലെ മുഴുവൻ വിഴുങ്ങി വ്യാപിച്ചു. എതിർ ശബ്ദങ്ങളെല്ലാം ഇതുപോലെ കൊന്നൊടുക്കി. സെൻറ്റ് പോളിനെ പോലും കൊന്നൊളിഞ്ഞു. റോമാ ചക്രവർത്തി യേശുവിൻ്റെ ശിഷ്യനായ പൗലോസ് എന്ന് പറയുന്ന സെൻറ്റ് പോൾ, അദ്ദേഹത്തെ തീയിട്ട് കൊല്ലുക ചെയ്തത്. അത് റോമൻ ചക്രവർത്തിമാരുടെ ശിക്ഷാവിധിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കൊലപാതകമൊക്കെ വരുന്നത്. അപ്പോൾ അന്നത്തെ മധ്യകാല സാമ്പത്തിക ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാനും അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് സമ്മതിയുടെ നിർമ്മിതി ഉൽപ്പാദിപ്പിക്കാനും ശ്രമിച്ചിരുന്നത് പൗരോഹിത്യമാണ്. അപ്പോൾ പൗരോഹിത്യം എല്ലാ കാലത്തും നിലവിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സാമ്പത്തിക ശക്തികളുടെയും പിന്തുണക്കാരായിട്ടാണ് നിന്നിട്ടുള്ളത്. സമൂഹത്തിൽ ജനങ്ങളുടെ സമ്മതി വാങ്ങാൻ, അത് അദ്ദേഹം പറയുന്ന പോലെ മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്ന് പറയുന്ന സമ്മതിയുടെ നിർമ്മിതി, അതാണ് പൗരോഹിത്യം ചെയ്തിരുന്നത്. കേരളത്തിൽ പറ്റിയതെന്ന് വെച്ചാൽ നവോത്ഥാന കാലത്തെ ഇത് മുഴുവൻ നശിക്കും. നവോത്ഥാന കാലമൊന്നും അങ്ങനെ ഒന്നും, എല്ലാ കാലവും നവോത്ഥാന കാലമാണ്. എല്ലാ യുഗവും നവോത്ഥാന യുഗമാണ്. ഒരു സമ്പദ്ഘടന മറ്റൊരു സമ്പദ്ഘടനയിലേക്ക് സംക്രമിക്കുമ്പോൾ നിലവിലിരിക്കുന്ന മൂല്യങ്ങളെ ചോദ്യം ചെയ്യും.
ആ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് പുതിയ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യവും പിന്നെ ചോദനവും ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൽ നിലവിലിരുന്ന ജാതി ജന്മിത്തവും നാടുവാഴിത്തവും അതിനെ കൂട്ടി ഇണക്കി നിർത്തിയിരുന്ന ജാതി വ്യവസ്ഥയും വിള്ളലേറ്റു. ആ വിള്ളലേൽക്കാൻ കാരണം മൂലധനം കടന്നു വന്നതാണ്. ഒരു ഘട്ടത്തിൽ ആദ്യം വിദേശ മൂലധനമായിരുന്നു, പിന്നെ സ്വദേശി മൂലധനമായി. സ്വദേശി മൂലധനവും വിദേശി മൂലധനവും കൂടി ഇവിടെ കടന്നു വരികയും അവർ കൂടുതൽ തൊഴിൽ സാധ്യതകളുള്ള തൊഴിലുകൾ ആരംഭിച്ചു. കേരളത്തിന് പരിചിതമല്ലാത്ത പുതിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. നമ്മളിപ്പോൾ ഊർജം കിട്ടാൻ വേണ്ടി കഴിച്ച ചായ എവിടെ നിന്ന് വന്നതാണ്? ഇത് കഴിച്ചാൽ ഊർജം കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഊർജം കിട്ടുമോ? ഇല്ല. രാവിലെ ഇത് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കൂ എന്നുള്ളതൊരു ശീലം കൊണ്ടുണ്ടായതാണ്. ഗുരു പറഞ്ഞതുപോലെ, ഗുരു ഒരിക്കൽ സ്ഥലത്ത് പോയപ്പോൾ ഒരാളിങ്ങനെ മാവിൻ്റെ ഇല വെച്ചിങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കുന്നു, വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ട് നിൽക്കുന്നു. ശ്രീനാരായണ ഗുരു ഇവിടെ വർക്കലയ്ക്കടുത്ത് എവിടെയാണ്. അപ്പോൾ ഈ മാവിൻ്റെ കൊമ്പ് ശിഖരം അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ സംഘാടകർ ചോദിച്ചു, തുള്ളുവോ? ഇത് ഈ കയ്യിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തുള്ളുവോ? അപ്പോൾ ഗുരു പറഞ്ഞു, നാം ഇരിക്കുകയല്ലേ അവൻ തുള്ളിക്കോളും, നാം ഇരിക്കുകയല്ലേ അവൻ തുള്ളിക്കോളൂ എന്ന് പറഞ്ഞു. അതുപോലെ ഈ തുള്ളിക്കോളും, പലരും തുള്ളും. ഈ വ്യവസ്ഥയുടെ കാര്യങ്ങളിൽ ഇത്തരത്തിൽ, അതായത് പിന്നെ നാടുവാഴിത്തവും ജന്മിത്തവും നിലനിർത്തിക്കൊണ്ടിരുന്ന ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു സമ്പ്രദായത്തെ തകർത്തത് പുതിയ ഉൽപ്പന്നം വന്നപ്പോഴാണ്. അങ്ങനെയാണ് തേയില വന്നത്. തേയില കുടിച്ചലേക്ക് പ്രശ്നം വല്ലതും ഉണ്ട്? നിങ്ങൾ 2 ദിവസം കുടിച്ചലേക്ക് പോവേണ്ടത് പോയിരിക്കും. അധികം ഒന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഹൈ കൗണ്ട് പൈപ്പിൽ നിന്ന് പോകും പോലെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ശീലം കൊണ്ടുണ്ടാക്കി വയ്ക്കുന്നതാണിത്. ആ ശീലം മാറിയാൽ കുഴപ്പമൊന്നുമില്ല. പുതിയ തൊഴിലുകൾ വന്നു. പുതിയ തൊഴിൽ വന്നത് ജാതിക്ക് അതീതമായ തൊഴിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 125 പേര് കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു കച്ചവട കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1,25,000 പൗണ്ടാണ് അവർ ഷെയർ ക്യാപിറ്റലായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന് ഇന്ത്യ അടക്കമുള്ള മധ്യധരണ്യാഴിക്ക് കിഴക്കുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്യൻ കമ്പോളത്തിൽ വിറ്റ് കാശുണ്ടാക്കുക. ഇതായിരുന്നു ലക്ഷ്യം. യൂറോപ്യൻ കമ്പോളത്തിൽ അന്ന് ഏറെ ആവശ്യമുണ്ടായിരുന്നത് തുണിയും ഇവിടുത്തെ പിന്നെ സുഗന്ധമൊക്കെ. കുരുമുളക്, ഏറ്റവും കൂടുതൽ കുരുമുളകാണ് വേണ്ടത്. കാരണം അവിടുത്തെ ശൈത്യ കാലത്ത് അവിടെ ഈ മത്സ്യവും മാംസവും കേടുകൂടാതെ സൂക്ഷിക്കുന്നത് ഉപ്പും കുരുമുളകും കൂടി ഉണക്കി വെച്ചിട്ടാണ്. ഇവിടെ പണ്ട് നമ്മുടെ മലയിലെ ആൾക്കാർ വേട്ടിറച്ചി എന്ന് പറയും, വെടിയിറച്ചി എന്ന് പറയാം. വെടിയിറച്ചി കൊണ്ടുവന്നാൽ അടുക്കളയിൽ പിന്നെ തീയുടെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് ഉണക്കി അത് വിറക് കമ്പ് പോലെ ഇരിക്കും. ഈ ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന ചില കേസുകളുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് വരുത്താൻ വെട്ടുകമ്പിൽ ഉടന്ന് ചൂര മീൻ ഉണക്കി കൊണ്ടുവന്നു. ഒരു വിറകിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു, അടുത്ത് അടിച്ചു വരുന്നതിൻ്റെ തല മുറിഞ്ഞു പോയി. അത്രയ്ക്ക് ബലമാണ്. അത് ചൂരയാണ് അവിടുത്തെ. ഇപ്പം പിന്നെ ഫ്രീസറൊക്കെ വന്നുകൊണ്ട് വയ്ക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഇവിടുന്ന് കുരുമുളകും തുണിയും വാങ്ങിക്കൊണ്ടുപോയി. കുരുമുളകും തുണിയും വാങ്ങിക്കൊണ്ടുപോയി അവിടെ വിറ്റ് കാശുണ്ടാക്കി. അതിൽ മിച്ചം കിട്ടി. ആ മിച്ചമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ വികസിപ്പിക്കാൻ വേണ്ടി മുതലാളി ഇൻവെസ്റ്റ് ചെയ്തത്, നിക്ഷേപിച്ചത്. ആ നിക്ഷേപത്തിൻ്റെ ഫലമായിട്ടാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ യൂറോപ്പിൽ വളർന്നത്. ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ കത്തോലിക്ക സഭ എതിര് നിൽക്കുന്നത് കൊണ്ടാണ് പ്രൊട്ടസ്റ്റാന്റിസം ഉണ്ടായത്. അതിനോട് പ്രതിഷേധിച്ചവർ ഇതുകൊണ്ട് പ്രയോജനം, ഈ കത്തോലിക്കലായ ലോഹേട്ടന്മാരെ കൊണ്ട് പ്രയോജനമില്ല, നമുക്ക് വേറെ ആക്കിക്കളയാം എന്ന് പറഞ്ഞ് പ്രതിഷേധം വരുന്ന ആ ഒരു ശാസ്ത്രത്തിൻ്റെ വികാസത്തിൻ്റെ ഫലമായി, സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിൻ്റെ ഫലമായിട്ടാണ് കത്തോലിക്ക സഭയിലും ആത്മീയതയ്ക്കെതിരെയും പൗരോഹിത്യത്തിനെതിരെയും വിള്ളലുകൾ ഉണ്ടായത്, പ്രതിഷേധമുണ്ടായത്. അങ്ങനെ അവിടെ പ്രതിഷേധമുണ്ടായപ്പോൾ സംഭവിച്ചെന്താ? ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റം വന്നു. മനുഷ്യാധ്വാനത്തിന് പകരം വയ്ക്കാവുന്ന യന്ത്രശക്തി വന്നു. ആ യന്ത്രശക്തിയുടെ ഫലമായിട്ടാണ് 1730കളിൽ ആരംഭിക്കുന്ന നെയ്ത്ത് മേഖലയിലെ, വസ്ത്രനിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ, അത് ഓടമുണ്ടാകുന്നു, മറ്റു പലതും ഉണ്ടാകുന്നു. 1784 ആകുമ്പോൾ പവർ ലൂം വരുന്നു, അതായത് യന്ത്രത്തറി വരുന്നു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. യന്ത്രത്തറി വന്നപ്പോൾ വസ്ത്രോൽപാദനം കൂടി, ഉൽപാദന മിച്ചം വന്നു. ആ മിച്ചം യൂറോപ്യൻ കമ്പോളത്തിൽ മാത്രം വിറ്റാൽ ചെലവാകില്ല, മുതലാളിക്ക് നഷ്ടം വരും. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് കാശാക്കിയില്ലെങ്കിൽ നഷ്ടം വരുമെന്ന് മുതലാളിക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അർത്ഥനഗരരായി കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ 2 മുണ്ട് ധരിപ്പിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് മീറ്റർ തുണി വിൽക്കാമെന്ന് സായിപ്പ് മനസ്സിലാക്കിയതിൻ്റെ പരോക്ഷമായ പ്രതിഫലനമായിരുന്നു തെക്കൻ തിരുവിതാംകൂറിലെ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയുള്ള നമ്മുടെ സമരം. ആ സമരത്തിന് വേണ്ടിയായിരുന്നു. മിഷണറിമാരാണ് തുണി കൊടുത്തത്. യന്ത്രത്തുണിയുടെ, കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തുണി കൊടുത്തു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരണം, ദേഹശുദ്ധി വേണം, വസ്ത്രശുദ്ധി വേണം. സ്ത്രീജനങ്ങളാണെങ്കിൽ ഈ പുരോഹിതന്മാരുടെ വീട്ടിലെ സ്ത്രീകളെപ്പോലെ
കുപ്പായം ധരിച്ചു വരണം. രണ്ടാമുണ്ടെന്ന് അവർ പറഞ്ഞില്ല, കുപ്പായം ധരിച്ചു വരണം. കാരണം കുപ്പായം ധരിക്കുന്ന രീതി അതിനു മുമ്പ് കേരളത്തിലുണ്ട്. മുസ്ലിം സ്ത്രീകൾ കുപ്പായം ധരിക്കുമായിരുന്നു. മലബാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ടിപ്പു സുൽത്താൻ അവർ ഇറക്കിയ ഒരു ഉത്തരവിൽ പറയുന്നത്, സ്ത്രീജനങ്ങൾ വീട്ടിന് വെളിയിൽ ഇറങ്ങുകയാണ് എങ്കിൽ അരയ്ക്ക് മുകളിലുള്ള ഭാഗം തുണി കൊണ്ട് മറച്ചിരിക്കണം. ഫത്വ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ കളിയാക്കുകയാണ്. അത് പിന്നെ ഹിന്ദു സ്ത്രീകളെ മുസ്ലിം ആക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞാൽ ആക്ഷേപം പറഞ്ഞയച്ചു. പക്ഷേ അരയ്ക്ക് മുകളിലുള്ള ഭാഗം വസ്ത്രം കൊണ്ട് മറച്ചേ മുസ്ലിം സ്ത്രീകളെ നടന്നിരുന്നുള്ളൂ. മുക്കുവത്തികൾ, കടപ്പുറത്തെ മുക്കുവത്തികളോ ഒരു കുപ്പായം ധരിക്കും. ഇപ്പോഴും ആ കുപ്പായം ധരിച്ചു വരുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അത് അവരുടെ പഴയ ശീലമാണ്. ഇവിടെ നമ്മൾ അർത്ഥനഗ്നരായി നടക്കുമ്പോൾ, അമ്പലത്തിൽ കയറുമ്പോൾ ഒറ്റമുട്ടുടുത്തേ പോകാൻ പാടുള്ളൂ എന്ന ശാഠ്യം പൗരോഹിത്യം മുന്നോട്ട് വച്ചപ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് ഈ വസ്ത്രധാരണ അവകാശം യൂറോപ്യൻ കൊളോണിയൽ മൂലധനത്തിൻ്റെ ഉൽപ്പന്നമാണ്. അങ്ങനെ ഒരുപാട് കാര്യം അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് ഈ തേയില. തേയില കേരളത്തിൻ്റെ അല്ലല്ലോ, അത് ചൈനയിൽ നിന്ന് ആസാം വഴി പിന്നെ നീലഗിരി വഴി ഇവിടെ എത്തിയ സാധനമാണ്. 3000 ഏക്കർ ഭൂമിയിലാണ് ആ കൃഷി തുടങ്ങിയത് മൂന്നാറിൽ. 1 സെൻറ്റിന് 4 അണയായിരുന്നു വില. ഈ വിലയ്ക്ക് വാങ്ങിയത് മൂന്നാർ കോവിലകമയാണ് ഒരു സായിപ്പ വിലയ്ക്ക് വാങ്ങിയത്. ഈ 3000 ഏക്കർ വനഭൂമി വെട്ടി വെളിവാക്കി കൃഷി ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനശേഷി വിനിയോഗിക്കണം. അങ്ങനെ അധ്വാനശേഷി വിനിയോഗിക്കാൻ ഇവിടെ ആരും പോവില്ല. എല്ലാവരും കുലത്തൊഴിൽവാദക്കാരാണ്. അവനവൻ ജന്മനാ ചെയ്തു വരുന്ന തൊഴിൽ ഏതാണോ അത് മാത്രമേ ചെയ്യൂ. ക്ഷുരകൻ ക്ഷുരകപ്പണി മാത്രമേ ചെയ്യൂ. ആശാരി ആശാരിപ്പണി മാത്രമേ ചെയ്യൂ. വെളുത്തേടൻ്റെ പണി മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ തേയിലയുടെ ആര് പോവും? അപ്പോൾ ഇവനെ ഇവിടുന്ന് ഊരിയെടുക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? മൂലധനം കുഴിച്ചിട്ട മുതലാളിയുടെ ആവശ്യമായിരുന്നു. അങ്ങനെ കുഴിച്ചിട്ടു, സാങ്കേതിക വിദ്യ വികസിച്ചു. അപ്പോൾ ഇവിടെ സാമൂഹ്യമായ അനുരണനങ്ങൾ ഉണ്ടായി. അതാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഈ ഒരു ക്ഷയരോഗിക്ക് അല്ലെങ്കിൽ ഒരാളിന് ക്ഷയരോഗവും പ്രമേഹവും കൂടി വന്നാൽ എങ്ങനെ ഇരിക്കും? പ്രമേഹവും ക്ഷയരോഗവും വരുന്നൊരാളിന്, അപ്പോൾ പ്രമേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ പറയും ആഹാരം വളരെ കുറച്ചേ കഴിയാവൂ, പ്രത്യേകിച്ച് സ്റ്റാർച്ചുള്ള ഒന്നും കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒന്നും കഴിക്കരുത്. ക്ഷയരോഗം ചികിത്സിക്കുന്ന ഡോക്ടർ എന്ത് പറയും? ധാരാളം ആഹാരം കഴിക്കണം. ഇത് രണ്ടും കൂടി കഴിച്ചാണ് കേരളം ഇങ്ങനെ ആയത്. എന്താ കാര്യം? 19-ാം നൂറ്റാണ്ട് വരെ ഇവിടെ നിലനിന്ന നാടുവാഴി ജന്മിത്ത വ്യവസ്ഥ തകർന്നു. ആ തകർത്തുന്നതിന് മൂലധനം, ആദ്യം വിദേശിയും പിന്നെ സ്വദേശിയുമായ മൂലധനം വന്നു. അതിൻ്റെ ഫലമായിട്ട് അത് തകർന്നു. ആ തകർക്കുന്ന വന്നപ്പോൾ മൂല്യസങ്കല്പത്തിൽ വന്ന മാറ്റമാണ് ചട്ടമ്പി സ്വാമി അല്ലെങ്കിൽ അയ്യാ വൈകുണ്ഠൻ മുതൽ അയ്യങ്കാളി വരെയുള്ള ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടത്. കാലത്തിനനുസൃതമായ സ്വാതന്ത്ര്യം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാടുവാഴിത്തമില്ലാതായി. രാജാവ് ലയിച്ചു, തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നു, പിന്നെ കേരളമായി. നാടുവാഴിത്തം പോയി. 57 കേരളത്തിൽ പിന്നെ വന്ന മന്ത്രിസഭ പിന്നെ ഭൂപരിഷ്കാരം നടപ്പിലാക്കി. ജന്മിത്തമില്ലാതായി. 960 ജന്മിക്കരം നിരോധിച്ചു. 971 അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജന്മിത്തം എന്ന വാക്ക് തന്നെ ഉപേക്ഷിച്ചു. സർക്കാർ ഉത്തരവിലൂടെ ജന്മിത്തം അവസാനിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണ്. 57 നിയമമാണ് അതിന് കാരണമായത്. അപ്പം ജന്മിത്തമില്ലാതായി. പക്ഷേ നാടുവാഴിത്തം പോയിട്ടും രാജഭക്തി പോയിട്ടുണ്ടോ? നമുക്ക് ജന്മിത്തം പോയിട്ടും ജന്മി മനോഭാവം പോയിട്ടുണ്ടോ? ജാതി വ്യവസ്ഥ ദുർബലമായിട്ടും നമുക്ക് ജാതിബോധം ഇല്ലാതായിട്ടുണ്ടോ? ഇത് മൂന്നും ഇല്ലാതാകേണ്ടതായിരുന്നു. യൂറോപ്പിൽ നടന്ന മാതിരിയുള്ള നവോത്ഥാന പ്രസ്ഥാനമാണ് ഇവിടെ നടന്നതെങ്കിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച്, ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് ഇവിടെയും മാറ്റം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ മാറാൻ നമ്മൾ സമ്മതിച്ചില്ല, ഇനിയോട്ട് സമ്മതിക്കുകയുമില്ല. അപ്പോൾ പൗരോഹിത്യം പുതിയ തരത്തിലാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അത് ദേവാലയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചല്ല, ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു സാമൂഹ്യ അവസ്ഥയാണ് നമ്മുടെ പൗരോഹിത്യം. എന്താ പറഞ്ഞാൽ ഈ മുരിങ്ങൂര് കൂട്ടപ്രാർത്ഥനയുണ്ട്. മുരിങ്ങൂരിന് ധ്യാന കേന്ദ്രം ഉണ്ടല്ലോ, തൃശ്ശൂർ ചാലക്കുടിക്കപ്പുറത്ത് മുരിങ്ങൂർ ധ്യാന കേന്ദ്രമുണ്ട്. കൂട്ടപ്രാർത്ഥനയാണ്. ഈ കൂട്ടപ്രാർത്ഥനയ്ക്കൊരു ഗുണമുണ്ട്. എന്താ? നിങ്ങൾക്കറിയുന്ന കാര്യം, മുദ്രാവാക്യം വിളിപ്പിക്കുക ഒരു ഊർജം കിട്ടൂലേ? മുദ്രാവാക്യം ഇൻക്ലാബ് സിന്ദാബാദെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേരത്തെ വിളിച്ചിരുന്ന എന്താ, സ്വാതന്ത്ര്യ സമരകാലത്ത് വിളിച്ചിരുന്ന വന്ദേ മാതരമാണ്. വന്ദേ മാതരമാണ് വിളിച്ചത്. ഇപ്പോൾ അത് 1-ാം പാട്ടായിട്ട് പാടണമെന്നാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ 2 ആഴ്ച മുമ്പ് ഇറക്കിയ ഒരു ഉത്തരവിൽ പറയുന്നത് എന്താ? ജനഗണമന വേണ്ടെന്ന് വെച്ചിട്ടില്ലേ, അത് വയ്ക്കില്ല, കാരണം അത് ഭരണഘടനാ വിരുദ്ധമാവും. 971 കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമം അനുസരിച്ച് ജനഗണമന പാടണം എന്ന് മാത്രമല്ല, 76 42-ാം ഭേദഗതി അനുസരിച്ച് 51A എന്ന് പറയുന്നൊരു വകുപ്പ് എഴുതി ചേർത്തു. 10
മൗലിക കടമകൾ ചേർത്തു. ആ 10 മൗലിക കടമകൾ പറഞ്ഞ് ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും വന്ദിക്കേണ്ടത്, ആദരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണ്. പൗരന്മാരുടെ കടമയാണെങ്കിൽ ആരുടെ അവകാശമാണ്? രാഷ്ട്രത്തിൻ്റെ അവകാശമാണ്. പൗരന്മാരുടെ അവകാശമാണെങ്കിൽ അത് രാഷ്ട്രത്തിൻ്റെ കടമയാണ്. മൗലികാവകാശം പൗരൻ്റെ അവകാശമാണ്. അത് ലംഘിക്കപ്പെട്ടാൽ നമ്മൾ അവിടെയാണ് പോകുന്നത്. രാഷ്ട്രത്തോടാണ് പറയുന്നത്. രാഷ്ട്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി ഹേബിയസ് കോർപ്പസോ മെൻഡാമസോ ഒക്കെ പെറ്റീഷൻ കൊടുക്കുന്നത്. എന്നിട്ട് കോടതി പറയുന്നത് എന്താ? ഈ അധികാരിയോട് ചെയ്യ് എന്ന് പറയും, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയും. അത് കോടതിയുടെ നിയമവശം. അപ്പോൾ 51A എന്ന വകുപ്പിൽ ഇത് പറയുന്നുണ്ട്. വന്ദേമാതരം പാടാം, പക്ഷെ ആദ്യം പാടണമെന്നോ രണ്ടാമത് പാടണമെന്നോ പറഞ്ഞിട്ടില്ല. ജനഗണമന പാടുന്നതിന് നിരോധിച്ചിട്ടില്ല. പക്ഷേ വന്ദേമാതരം ആദ്യം പാടിയതിന് ശേഷം ജനഗണമന പാടിയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ ഉത്തരവ്. 2 ആഴ്ച മുമ്പ് ഉത്തരവ് ഇറങ്ങിയത്. അതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. അത് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമായതുകൊണ്ടാണ് നമ്മുടെ ലോക് ഭവനിൽ ഭാരതാംബയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതും കേരള സർവകലാശാലയുടെ അസംബ്ലി സെനറ്റ് ഹാളിൽ ഒരു സംഘടനാ യോഗം ചേർന്നപ്പോൾ അവിടെ ഭാരതാംബയുടെ പടം വെച്ചത് കാരണം വൈസ് ചാൻസലർക്ക് ഇപ്പോൾ കോടതിയിൽ കയറേണ്ടി വന്നു. ഇന്നത്തെ വാർത്ത ഏതാണ്? രജിസ്ട്രാറെ പുറത്താക്കി. അപ്പോൾ അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തു. കോടതി എന്തോ പറഞ്ഞു, വൈസ് ചാൻസലർ അനുസരിച്ചില്ല. അതുകൊണ്ട് മാർച്ച് 13-ാം തീയതി ഇങ്ങേരോട് കോടതി ഇപ്പം ഉച്ചയ്ക്കുള്ള വാർത്തയിൽ കേട്ടതാണ്. അങ്ങനെ പറയുന്നത് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് അപ്പോൾ ഭാരതാംബ വെറുതെ ഇറങ്ങി വന്നതല്ല, ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? മുരിങ്ങൂര കൂട്ടപ്രാർത്ഥന പോലെ നമുക്കിത്തരത്തിലുള്ള കൂട്ടപ്രാർത്ഥനകളും കുംഭമേളകളും പൊങ്കാലകളും മണ്ഡലച്ചെറുപ്പ് മഹോത്സവങ്ങളും കൊണ്ട് നമ്മളെ ഒരു പ്രത്യേക മനോഭാവത്തിലേക്ക് നയിക്കാൻ സാധിക്കും. അങ്ങനെ പ്രത്യേക മനോഭാവത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ബോധങ്ങളൊക്കെ ഇല്ലാതാവും. ആ മറ്റു ബോധങ്ങൾ ഏതാ? ശാസ്ത്രചിന്ത, യുക്തിചിന്ത, പൗരാവകാശ ബോധങ്ങൾ, അല്ലെങ്കിൽ സമത്വബോധം, വിവേചനത്തിനെതിരായ മനോഭാവം. ഇതൊക്കെയാണ് നമ്മൾ നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറഞ്ഞത്. വിവേചനത്തിനെതിരായ മനോഭാവം, സമത്വബോധം, യുക്തിചിന്ത, ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നുപോകും തൽക്കാലത്തേക്ക്. ആ മറന്നു പോകേണ്ടത് ആരുടെ ആവശ്യമാണ്? അതാണ് ഈ പൗരോഹിത്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്നത്. ചരിത്രത്തിലുടനീളം ശാസ്ത്രം വികസിച്ചതുകൊണ്ടാണ് സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായത്, സാമൂഹ്യ പുരോഗതി ഉണ്ടായത്. തീ മുതൽ നിർമ്മിതി ബുദ്ധി വരെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. തീ ഒരു ശാസ്ത്രപരമായ കണ്ടുപിടുത്തമാണ്. അത് ശാസ്ത്രീയ ചിന്തയുണ്ടാക്കി. അതിൽ നിന്ന് നമ്മൾ ശിലായുഗത്തിലേക്ക് ശിലോപകരണങ്ങൾ ഉണ്ടാക്കി. ശിലോപകരണങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലൂടെയാണ്. പരിക്കൻ ശിലയുണ്ട്, സൂക്ഷ്മശിലയുണ്ട്, നവീന ശിലയുണ്ട്. പിന്നെ നമ്മൾ ചെമ്പിലേക്ക് കടന്നു. ചെമ്പും ഈയവും കുറിച്ച് ചേർത്ത് വെങ്കലമുണ്ടാക്കി. വെങ്കലത്തിന് ശേഷം ഇരുമ്പ് വന്നു. ഇരുമ്പ് ദീർഘകാലം നമ്മളെ സ്വാധീനിച്ചു, ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ആവി വന്നു, പിന്നീട് വൈദ്യുതി വന്നു, പിന്നീട് അണു ഊർജം വന്നു. വൈദ്യുതി തന്നെ ഇപ്പോൾ ഒരുപാട് തരത്തിൽ സൗരോർജം വന്നു. ലോകത്തെ വെല്ലുവിളിക്കാൻ തക്കവണ്ണം ചൈനയ്ക്ക് സാധിക്കുന്ന 100 കണക്കിന് കൃത്രിമ സൂര്യന്മാരെ അവർ ആകാശത്തേക്ക് വിട്ട് ആ കൃത്രിമ ഉപകരണങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഊർജത്തെ സംഭരണികളിലാക്കി, അതായത് ബാറ്ററികളിലാക്കി സൂക്ഷിച്ച് അവർ അവിടുത്തെ രാപ്പകലെന്ന് വ്യത്യാസമില്ലാതെ വ്യവസായശാലകൾ നടത്തുന്നു. അപ്പോൾ നമ്മുടെ ഹൈഡൽ ഇലക്ട്രിക് പ്രോജക്റ്റോ തെർമൽ പ്രോജക്റ്റോ ഒന്നും അവിടെ ആവശ്യമില്ല. സൗരോർജ്ജത്തെ അവർ ഉപയോഗിക്കുന്നു. 100 കണക്കിന് സൂര്യൻ ആകാശത്ത് നിൽക്കുകയാണ്. ഇതിന് സ്റ്റോറേജ് ബാറ്ററിക്ക് വേണ്ടതാണ് ലിത്തിയം. ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അടുത്ത 20 കൊല്ലക്കാലത്തേക്കുള്ള ലിത്തിയം എക്സ്ട്രാക്ഷൻ്റെ കരാർ അവർ ഒപ്പിട്ട് കഴിഞ്ഞു. വെനിസ്യൂലയ്ക്ക് കിട്ടിയത് അവിടെയാണ്. വെനിസ്യൂൽ ലിത്തിയം സ്റ്റോറേജ് ഉണ്ട്, മൈനിങ് ഉണ്ട്. ആ ലിത്തിയം ചൈനക്കാർ ഒപ്പിട്ടു. ശ്രീലങ്കയിൽ ഒരു 5-6 കൊല്ലം മുമ്പ് കുഴപ്പമുണ്ടായല്ലോ, രാഷ്ട്രപതി ഓടിച്ചിട്ട് അടിച്ച കാര്യമുണ്ടല്ലോ. അവിടെയൊക്കെ ഈ ചൈനയുടെ സ്വാധീനം വന്നതാണ് അമേരിക്കക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. അപ്പോൾ അപ്പോൾ ചൈന അങ്ങനെ മുന്നേറുന്നു. അപ്പോൾ സമൂഹത്തിലുടനീളം, ഞാൻ പറഞ്ഞ ചരിത്രത്തിലുടനീളം ശാസ്ത്രരംഗത്തുണ്ടായ മാറ്റമാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ച മുന്നോട്ടുള്ള പ്രയാണം. അത് ഇപ്പോൾ ഏറ്റവും നിർമ്മിത ബുദ്ധിയിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ നിർമ്മിത ബുദ്ധിയിൽ വന്ന് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തെയും കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളെയും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ നിത്യജീവിതം അങ്ങനെ മാറിക്കഴിഞ്ഞില്ലേ. തീ വേണ്ട, അടുക്കളയിൽ ഗ്യാസ് അല്ലേ. ഗ്യാസ് എവിടുന്നാണ് വരുന്നത്? ഗ്യാസ് ഉണ്ടാക്കുന്നത് ഒരു വ്യവസായ ഉൽപ്പന്നമായിട്ടാണ്, ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അല്ല നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറാണ് വെച്ചിരിക്കുന്നതെങ്കിൽ വൈദ്യുതിയാണ്. ആ വൈദ്യുതി ചിലപ്പോൾ ഹൈഡൽ പ്രോജക്റ്റിൽ നിന്നാവാം, അല്ലെങ്കിൽ സോളാർ എനർജിയാണ്. അപ്പോൾ സോളാർ എനർജിയെ നമ്മളിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നു. ആകാശത്ത് മിക്കവാറും ആൾക്കാരുടെ വീടിൻ്റെ മേളിലെല്ലാം
സോളാർ പാനലുകൾ നിരത്തി കഴിഞ്ഞു, നമ്മൾ എഗ്രിമെൻ്റ് ഒപ്പിടുന്നു, കറണ്ട് വരുന്നു. കാരണം അങ്ങോട്ട് കൊടുക്കാനും പറ്റും, മിച്ചം വിൽക്കാനും പറ്റുന്നുണ്ട്. ആ തരത്തിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കഞ്ഞി വയ്ക്കേണ്ട. പണ്ട് വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആ വീട്ടിൽ എന്ത് കഞ്ഞി, നമുക്ക് ഈ സീനിയർ സിറ്റിസൻസിനെ അത് മനസ്സിലാവും. ഇപ്പം അടുപ്പ് പുകഞ്ഞാൽ ഉടനെ ഫയർ എഞ്ചിൻ വരും. ഇപ്പം പണ്ട് അടുപ്പ് പുകഞ്ഞില്ലെന്ന് വെച്ചാൽ വീട്ടിൽ പട്ടിണിയാണ്. ഞാനൊക്കെ ബാലനും യുവാവും ഒക്കെ ആകുന്ന കാലത്ത് എൻ്റെ ഗ്രാമത്തിൽ പലപ്പോഴും പട്ടിണിക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. കഞ്ഞി കുടിക്കാൻ പറ്റുന്ന 1-2 വീട്, ഒരു നേരത്തെ കഞ്ഞിയെ കിട്ടുമായിരുന്നുള്ളൂ. ധനവാന്മാരൊന്നുമില്ല. ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനേ കിട്ടും, ഉച്ചക്കഞ്ഞി. രാത്രി കഞ്ഞി വെള്ളവും കുടിച്ചോണ്ടാ കിടക്കുക. വെളുപ്പാങ്കാലത്തുമല്ല കപ്പ വല്ലതും പുഴുങ്ങിയിട്ടാണ് ഇത്. കർഷക തൊഴിലാളി പണിക്ക് പോകുന്നത് വെറും വെള്ളം കുടിച്ചിട്ടാണ്. ചിലപ്പോൾ വെള്ളം കുടിക്കാതെ ആയിരിക്കും, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും. കുഞ്ഞുങ്ങൾ പള്ളിക്കൂടത്തിൽ പോയി വാടിത്തെറിച്ച് വരും. അവർക്ക് ഉച്ചഭക്ഷണമില്ലായിരുന്നു. ഇപ്പോഴാണല്ലോ നമ്മൾ ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയത്. 8ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുകയല്ലേ. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയത് എങ്ങനെയാണ്? അത് പോട്ടെ, ഞാൻ പറഞ്ഞത് അത് നമുക്കേ അറിയാവൂ. ഈ സീനിയർ സിറ്റിസൻസിനെ അതറിയാവൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിഞ്ഞുകൂടാ. അവർക്ക് ചോദിക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. കുട്ടികളുടെ ആഗ്രഹമല്ലേ, അത് നിറവേറ്റി കൊടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വവും. നമ്മൾ എങ്ങനെയോ ധരിച്ചു വശായിരിക്കുന്നു. അവനുമായിട്ട് ഒരു കാര്യവും നമ്മൾ ചർച്ച ചെയ്യാറില്ല. നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബാല്യകാലത്തും കൗമാരകാലത്തും ഒക്കെ വീട്ടിനകത്ത് ചർച്ച ഉണ്ടായിരുന്നല്ലോ? ഇല്ല. എൻ്റെ കാലത്തുണ്ടായിരുന്നു. കാരണം എങ്ങനെ 6 രൂപ ഫീസ് നാളെ കൊടുക്കണമെന്ന് അച്ഛൻ എന്നോട് ചോദിക്കും. ഞാൻ അച്ഛനോട് പറയും നാളെ 6 രൂപ ഫീസ്. അത് ഞാൻ 6 രൂപ ഫീസ് കൊടുത്ത് പഠിച്ചയാളാണ് 10ാം ക്ലാസ് വരെ. അന്ന് 6 രൂപ ഉണ്ടായിരുന്നു. ആ 6 രൂപ എങ്ങനെ ഉണ്ടാക്കും? അച്ഛൻ കൃഷിക്കാരനാണ്, അത് കിട്ടില്ല. 3-4 മക്കളും ഉണ്ട്. എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരാണ്. 7ാം ക്ലാസ് വരെ സൗജന്യമുള്ളൂ. 8, 9, 10 ക്ലാസ്സിൽ 6 രൂപ എല്ലാ മാസവും കൊടുക്കണം. അപ്പോൾ 3 മക്കൾ പഠിക്കുകയാണെങ്കിൽ 3, 6, 18 രൂപ കൊടുക്കണം. ഒരു പറ നെല്ലിന് 3 രൂപയേ ഉള്ളൂ. ഒരു നാളികേരത്തിന് 2 അണയേ ഉള്ളൂ. എത്ര എണ്ണം വിറ്റാൽ കിട്ടും? വീട്ടിലെ ചിലവ് നടത്തണ്ടേ? അപ്പോൾ അവർ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ഒരു ദിവസം ചിലപ്പോൾ ഒരാഴ്ച മറ്റേ സ്കൂളിൽ വെളിയിൽ നിൽക്കേണ്ടി വരും. കാരണം ഫീസ് കൊടുക്കാനില്ലാതെ. അവസാനം 25 പൈസ ഫൈനോട് കൂടിയാണ് അകത്ത് കയറുന്നത്. പിന്നെ തോറ്റു കഴിഞ്ഞാലോ? അത് തോൽവി ഒരു നിശ്ചയ സംഭവമായിരുന്നു. കാരണം 29-30% ഞാൻ SLC പാസ്സാകുന്ന സമയത്ത് 39% വിജയം. ബാക്കി എത്ര? 61 പേര് തോറ്റു. 100 പേര് എഴുതിയപ്പോൾ 39 പേര് ജയിച്ചു, 61 പേര് തോറ്റു. ഇപ്പം കുട്ടികൾ നമ്മൾ തോൽക്കാൻ സമ്മതിക്കില്ല. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് കുട്ടികൾ, നിങ്ങൾ വിചാരിച്ചാലും ഞങ്ങൾ തോൽപ്പിക്കില്ല എന്ന് അധ്യാപകരും കൂടി ശാഠ്യം പിടിച്ചുകൊണ്ട് കേരളം ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പൊയ്ക്കോട്ടെ, അതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മാറ്റം നമ്മൾ കേരളത്തിൽ വന്ന ഈ മാറ്റം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശാസ്ത്രത്തിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. നമ്മൾ സൈക്കിൾ ചവിട്ടിയപ്പോൾ അത് ശാസ്ത്രമായിരുന്നു അല്ലേ? സൈക്കിൾ ചവിട്ടിയപ്പോൾ നമ്മൾ വീട്ടിൽ ഈ ആട്ടുകല്ല് അരച്ചപ്പോൾ എന്തായിരുന്നു? ശാസ്ത്രമല്ലേ പ്രയോഗിച്ചത്? വെള്ളം തിളച്ചപ്പോൾ അതിൽ വീണത് ശാസ്ത്രമാണ് തിളച്ചത്. നമ്മളത് അറിഞ്ഞില്ല, പക്ഷേ നമ്മളത് ശാസ്ത്രത്തെ പ്രയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ ശാസ്ത്രത്തെ പ്രയോഗിച്ച് ശാസ്ത്രത്തിൻ്റെ ഈ പ്രയോഗത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കുത്തക സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടർ അപഹരിച്ചു. നമുക്കവരെ മുതലാളിമാരെന്നോ, അത് പൊളിറ്റിക്കൽ എക്കോണമിയായിട്ട് ആ മുതലാളിത്തം ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ കൊളോണിയലിസം എന്നോ സാമ്രാജ്യത്വമെന്നോ ഇപ്പം കോർപ്പറേറ്റിസം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യവിഭവത്തെയും പ്രകൃതി വിഭവത്തെയും ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടരും, ആ മനുഷ്യവിഭവത്തെയും പ്രകൃതി വിഭവത്തെയും ചൂഷണം ചെയ്യുന്ന കാര്യം ചൂഷിതർ അറിയാതിരിക്കുന്നതിന് വേണ്ടി കുംഭമേളകളും പൊങ്കാലകളും അല്ലെങ്കിൽ ഘോഷയാത്രകളും രാമജപ ഘോഷയാത്രകളും ഒക്കെ നടത്തി നമ്മളെ പറ്റിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കൊതുക് ഇറങ്ങുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ കൊതുക് കടിച്ചു തുടങ്ങും. 6 മണി 5:30 6 മണിക്ക് 7 വരെ ആ സംഘമാണ്. കാരണം ഇതിൻ്റെ ബ്രീഡിങ് സമയത്ത് അവ ഇറങ്ങും. കൊതുക് കടിക്കുന്നത് നമ്മൾ അറിയില്ല. എണീറ്റ് പോയതിന് ശേഷമാണ് ചൊറിച്ചിൽ വരുന്നത്. നമ്മൾ വിമർശിക്കുന്ന നേരത്ത് നമ്മൾ അറിയില്ല. സ്വയം വിമർശന സമയത്താണ് ഈ ചൊറിച്ചിൽ. അപ്പം നമ്മൾ അത് നിർത്തും, എന്നിട്ട് എണീറ്റ് പോകും. അതാണ് സ്ഥിതി. അപ്പോൾ കൊതുക് ഊറ്റിയെടുക്കുന്ന രക്തം ഊറ്റിയെടുക്കുമ്പോൾ നമ്മൾ അറിയാതിരിക്കുകയും ഊറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളതിൻ്റെ വേദന അറിയുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ, ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യവിഭവത്തെയും പ്രകൃതി വിഭവങ്ങളെയും ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകൾ, ആ കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിൻ്റെ വേദന ചൂഷിതർ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രാകൃതവും പ്രാചീനവുമായ ആചാരാനുഷ്ഠാനങ്ങളെയും മൂല്യങ്ങളെയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കുംഭമേള വരുന്നത്, ശബരിമല അയ്യപ്പൻ വരുന്നത്, ഇതെല്ലാ കാര്യങ്ങളും വരുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് ജ്യോതിഷം നിശ്ചയിക്കുന്നവരാണ്. കമ്പ്യൂട്ടർ ജാതകം എന്നല്ലേ പറയുന്നത്. കല്യാണത്തിന് മുമ്പ് ഇത് നോക്കണം. അപ്പോൾ കാജാബൂന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ബുദ്ധുരിയുണ്ടും 12 കളം വരച്ച് അതിനകത്ത് കാജാബൂന്ന് എഴുതി 9 എണ്ണം ഉണ്ട്. 3 കോളം ഫ്രീ ആയിട്ട് കിടക്കും. ചിലപ്പോൾ ഒരു കോളത്തിനകത്ത് 2 പേര് കയറി നിൽക്കുകയും ചെയ്യും.
എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും മറ്റവനൊക്കെ ദൃഷ്ടി പായിച്ച് നിൽക്കുകയാണെന്ന്. ഇപ്പം ദൃഷ്ടി പായിച്ചിരുന്ന പണ്ട് ഇയാൾ കളം വരച്ചാൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടറിലെല്ലാം ഉണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞു കമ്പ്യൂട്ടർ എഗ്രീഡാണ്, ഞങ്ങൾ കല്യാണം കഴിച്ചോളൂ, 3-ാം പക്കം ഡൈവോഴ്സ് ആവും. അത് സംഭവിക്കുകയും ചെയ്യും, അത് സംഭവിക്കുന്നതാണ്. ബൈക്കനൂരിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും റഷ്യയിലെ ബൈക്കനൂരിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അത് ഉണ്ടാക്കിയത്. നേരത്തെ അങ്ങ് കൊണ്ടുപോയി. അത് യാതൊരു തടസ്സങ്ങളും കൂടാതെ ആ വിക്ഷേപണം ശരിയാകുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ ISROയിലെ ശാസ്ത്രജ്ഞന്മാർ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ചു. വിഘ്നേശ്വര പൂജ എടുത്ത് റോക്കറ്റ് പോകാൻ ഇവിടെ ഈ ഇങ്ങേരെ ഗണപതിയെ പൂജിച്ചാൽ ശരിയാകും എന്ന് വിചാരിച്ച് ചെയ്തു. അപ്പോൾ അവർക്ക് ശാസ്ത്രബോധം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ശാസ്ത്രീയ വീക്ഷണം ഇല്ല. ശാസ്ത്രബോധമുണ്ട്, ശാസ്ത്രീയ വീക്ഷണമില്ല. അതാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ. അതിന് ശാസ്ത്രീയ വീക്ഷണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു തരുന്നത് ആരാണ്? അത് കോർപ്പറേറ്റുകളാണ്. അതാണ് എൻ്റെ പൊളിറ്റിക്കൽ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ എതിർക്കുന്നു, യുക്തിചിന്ത ഇല്ലാത്തതിൻ്റെയാണ് കുഴപ്പമെന്ന് പറയുമ്പോൾ ഇതാരുടെ ഇടയ്ക്കാണ് യുക്തിചിന്ത ഇല്ലാതെ പോകുന്നത്? ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ അടുക്കളയിൽ സ്ഥാപിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന കർഷക തൊഴിലാളിയും ചുമട്ടു തൊഴിലാളിയും സീവേജ് തൊഴിലാളിയുമൊക്കെ ജീവിക്കുന്നത് ഏറ്റവും നൂതന വിദ്യ ഉപയോഗിച്ചാണ്. പക്ഷേ അവനെ മതിക്കുന്ന, അവനെ നയിക്കുന്ന വികാരം ഏതാണ്? നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ പഴക്കമുള്ള വിചാരങ്ങളും ആചാരങ്ങളുമാണ്. ആ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ പോവുകയാണ്. അങ്ങനെ പോകേണ്ടത് ആരുടെ ആവശ്യം? നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആരുടെയാണ് ലക്ഷ്യമെന്നറിഞ്ഞ് ഇപ്പോൾ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കയറ്റി സ്കാൻ ചെയ്യുമല്ലോ. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ രോഗം ഏത് അവയവത്തിനാണ്, എന്താണ് പ്രശ്നം, ഏത് വൈറസാണ് കുഴപ്പം, അതിനെ ആൻറ്റിബയോട്ടിക് ഏതാ ഉപയോഗിക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ കേരളത്തിൻ്റെ സമൂഹ ഗാത്രത്തെ ഒന്ന് സ്കാനിങ്ങിന് വിധേയമാക്കിയാലോ ഏതൊക്കെ രോഗങ്ങളാണ് ബാധിച്ചെങ്കിൽ അപ്പം മനസ്സിലാക്കാൻ പറ്റും. ആ രോഗാണുവിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണം. ആ രോഗാണുവിനെ പ്രതിരോധിക്കുമ്പോൾ കേരളത്തിൻ്റെ സമൂഹഗാത്രം നിലനിൽക്കും കൂടി വേണം. ഈ അലർജി ഉണ്ടായി ആൾ ചത്തുപോകരുത്. ഡോക്ടർ ചില മരുന്നൊക്കെ അലർജി ഉണ്ടാവും. അലർജി ഉണ്ടാവാതെ നമ്മൾ നോക്കണം. അതായത് സമൂഹത്തിൻ്റെ ഇടപെടലില്ലാതെ, സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ നമുക്കിവരെ മുന്നോട്ട് വരുന്നത് നമുക്ക് ശാസ്ത്രചിന്തയും ശാസ്ത്രീയ വീക്ഷണവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഭരണഘടനയിൽ പറയുന്നൊരു കാര്യമാണ് ശാസ്ത്രീയ വീക്ഷണം, സയൻറ്റിഫിക് ടെമ്പർ. അത് ഈ ഇതിനകത്ത് പറയുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റിൽ പറയുന്നുണ്ട്, മറ്റേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലും പറയുന്നുണ്ട് സയൻറ്റിഫിക് ടെമ്പർ. 42ാം ഭേദഗതിയിലൂടെ എഴുതി ചേർത്തതാണ് രണ്ട് പ്രധാനപ്പെട്ട തത്വങ്ങളായ സോഷ്യലിസവും സെക്യുലറിസവും. സെക്യുലറിസത്തിന് നമ്മൾ എന്ത് നിർവചനമാണ് കൊടുക്കുന്നത്? ആദ്യകാലത്ത് സെക്യുലറിസത്തിന് മതേതരം എന്നാണ് പറഞ്ഞിരുന്നത്. EMS ആണ് പറഞ്ഞത് അത് മതേതരം എന്നാൽ ശരിയല്ല, മതനിരപേക്ഷമെന്ന് പറയണം. ഇതരം എന്ന് വെച്ചാൽ സസ്യേതരം എന്ന് പറയുമ്പോൾ അതല്ല, മറ്റതല്ല എന്ന് ഇത് അങ്ങനെയല്ല. കാരണം ഏത് സമൂഹത്തിൽ, ഇന്ത്യ മാത്രമല്ല മറ്റേത് സമൂഹവും ഈശ്വരവിശ്വാസികളുടെ നാടാണ്. ആ ഈശ്വരവിശ്വാസത്തെ ഒറ്റയടിക്ക് മാറ്റാനൊന്നും സാധിക്കില്ല. അവിടെ ഇതരമെന്ന് വെച്ചാൽ മറ്റു മതങ്ങൾ പാടില്ല എന്നുള്ള അർത്ഥം വരും. ഇന്ത്യ മതേതരമാവേണ്ടല്ല, മതനിരപേക്ഷം. അതായത് ഭരണകൂടത്തിന് മതമില്ല, വ്യക്തികൾക്കാവാം. ഈശ്വരവിശ്വാസം വ്യക്തികൾക്കാവാം. മതപരമായ ഒരു ചടങ്ങും ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ മതനിരപേക്ഷത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച നടന്നതാണ്. ചർച്ച നടന്നെങ്കിൽ അത് എഴുതി ചേർത്തില്ല. കാരണം അത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണെന്നുള്ളത് കൊണ്ടാവാം എഴുതി ചേർക്കാത്തത്. പിന്നീട് 25 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അത് ചേർക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി അടിയന്തരാവസ്ഥ കാലത്താണ് അത് ചേർക്കുന്നത്. മതനിരപേക്ഷതയെക്കുറിച്ച് നെഹ്റുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണവും ഒരു പ്രവർത്തനവുമുണ്ട്. രാഷ്ട്രപതിയായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് ഗുജറാത്തിൻ്റെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഗോപുരം പണിയാനായിട്ട് ഒരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും പണം സ്വീകരിച്ചു. വിദേശത്തു നിന്നും സ്വരൂപിച്ച പണം മുഴുവൻ ഡിപ്ലോമാറ്റിക് ബാഗ് വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതവിടെ വെച്ച് പണിതു. ആ ഗോപുരത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്കായി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചു. അപ്പോൾ പ്രസിഡന്റിൻ്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ അപ്രൂവൽ വേണം, PMO's ഓഫീസ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. പ്രധാനമന്ത്രി നെഹ്റു അതിൽ കുറിപ്പ് എഴുതി, രാജേന്ദ്ര പ്രസാദിന് പോകാം, രാഷ്ട്രപതി പോകാൻ പാടില്ല. നെഹ്റുവിൻ്റെ ആ ഫയലിൽ എഴുതിയതാണ്. രാജേന്ദ്ര പ്രസാദിന് പോകാം, പക്ഷേ രാഷ്ട്രപതി, അതാണ് മതനിരപേക്ഷത.
നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വിശ്വാസമാവാം, ഈശ്വരനോ അല്ലെങ്കിൽ നാസ്തികനോ. പക്ഷേ ഭരണകൂട സ്ഥാനത്തിരുന്നു കൊണ്ട്, ഒരു ഭരണകൂട സ്ഥാപനത്തിലിരുന്നു കൊണ്ട് മറ്റാർക്കെങ്കിലും പിന്നെ ഇദ്ദേഹം ഒരു പ്രത്യേക മതത്തിൻ്റെ ആളാണ് എന്ന് പറയാൻ പാടില്ല. അപ്പം മതനിരപേക്ഷത, സെക്കുലറിസം എന്ന സങ്കല്പം 50-ൽ തന്നെ ഉണ്ടായിരുന്നു, ഭരണഘടന വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ അനുഭവത്തിൽ, ഇന്ത്യയുടെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു മതനിരപേക്ഷം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മളൊരു മതനിരപേക്ഷ സമൂഹം സൃഷ്ടിക്കണമെന്ന് ഞാൻ പറയുന്നു. ജാതി നിരപേക്ഷ സമൂഹമാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. ജാതിയും മതവും കൂടിക്കൊഴിഞ്ഞ് കിടക്കുകയാണ്. അത് വേർതിരിച്ചെടുക്കാനാവാത്ത വിധം. നമുക്ക് സാമ്പാറിൽ കായം ചേർക്കാം, എന്നാലേ രുചിയുണ്ടാവും. വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? വേർതിരിച്ചെടുക്കാനാവാത്ത വിധം സങ്കീർണമായി ഇന്ത്യയുടെ രാഷ്ട്രഗാത്രത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. കുറേ കാലത്തെ ശ്രമത്തിലൂടെ മാത്രമേ അതിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മതനിരപേക്ഷം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മതനിരപേക്ഷം എന്നല്ല, സെക്കുലറിസം എന്ന വാക്കിന് പറയേണ്ടത് മതനിരപേക്ഷവും ജാതി നിരപേക്ഷവുമായൊരു സമൂഹത്തിൻ്റെ സൃഷ്ടി. ഒരു കാര്യം കൂടെ നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എന്താണത്? ഈശ്വര വിശ്വാസത്തെ നമ്മൾ യുക്തിവാദികൾ എത്ര ആവശ്യപ്പെട്ടാലും നടക്കില്ല. തൽക്കാലം അത് ആൾക്കാർ ഈശ്വര വിശ്വാസികളുടെ അടുത്തേക്ക് തന്നെ പോകും. ഈശ്വര വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം വിശ്വാസികൾ ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഒരു പുരുഷൻ പോകുന്നതെങ്കിൽ ഉടുപ്പഴിച്ചു വെച്ചിട്ടേ പോകാൻ പറ്റൂ. പാൻറ്റാണ് ഇട്ടുകൊണ്ട് പോകുന്നത്, അതിൻ്റെ പുറത്തൊരു വാടകയ്ക്കൊരു കോറമുണ്ട് കിട്ടും, അത് ഉടുത്തുകൊണ്ടേ കയറാൻ പറ്റൂ. സ്ത്രീജനങ്ങൾ ചുരിദാർ ധരിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ആ ചുരിദാർ മറച്ചു വെച്ചുകൊണ്ടൊരു മുണ്ടുടുത്തേ കയറാൻ പറ്റൂ. മറ്റ് പല ക്ഷേത്രങ്ങൾ അത് തന്നെയാണ് സ്ഥിതി. ഇപ്പോഴും ഒറ്റ മുണ്ടുടുത്തേ പോകാൻ പറ്റുകയുള്ളൂ. അത് ആ ആചാരം എന്നാണ് വന്നത്? സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഉള്ള ആചാരമാണ്. ഇവിടെ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തു, നവോത്ഥാനത്തിൻ്റെ അത് കുത്തി ഒഴുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാചാടോപം നടത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പുരുഷന്മാർക്ക് ഇപ്പോഴും ആ ബോധം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒറ്റ മുണ്ടുടുത്ത് അമ്പലത്തിൽ കയറിയാൽ അതാണ് ശരി. അവിടെ നിൽക്കുന്ന ആചാരം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് 932 മന്നത്ത് പത്മനാഭൻ നടത്തിയൊരു പ്രസംഗമുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞ് അത് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം മലബാറിൽ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യം, മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പോകാറില്ല, സ്ത്രീകൾക്ക് അവിടെ വിലക്കില്ല. പെരിന്തൽമണ്ണ ക്ഷേത്രത്തിലും തിരുവാന്താംകുന്ന് ക്ഷേത്രം, പിന്നെ കോട്ടക്കലുള്ള ഒരു ക്ഷേത്രത്തിലും സ്ത്രീകൾ പോവില്ല. സ്ത്രീകൾ പോകാത്തതിന് കാരണം അവിടെ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒറ്റ മുണ്ടുടുത്തേ പോകാൻ പറ്റും, രണ്ടാം മുണ്ട് ധരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ടേ പോകാൻ പറ്റും. അതുകൊണ്ട് സ്ത്രീകൾ പോകുന്നില്ല. കാരണം അവരവരുടെ മാന്യമായ വേഷത്തെ, അവരുടെ സംസ്കാരത്തെ തമസ്കരിക്കാൻ, സംസ്കാരത്തെ കുരുതി കൊടുക്കാൻ അവർ തയ്യാറല്ലാത്തതുകൊണ്ട് അവർ പോയില്ലെങ്കിലും ദേവനിങ്ങ് വരുമെന്നുള്ളത് അവർക്കറിയാമായിരിക്കാം. ഇതറിഞ്ഞ മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം വെള്ളനാട് രാമേന്ദ്രൻ്റെ നെടുമങ്ങാടിൻ്റെ ചരിത്രം വന്ന ഏതോ ഒരു വാല്യത്തിൽ ചേർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്: ഏതെങ്കിലും ഒരു വിശ്വാസിയായ സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടെങ്കിൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും ദേവൻ ശഠിച്ചാൽ, എൻ്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ആ ദേവനെ ബഹിഷ്കരിക്കുക. പറയാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടോ? ആ തൻ്റെ ഇടം ഉണ്ടാവണം. ക്ഷേത്രബാഹ്യമായ, ക്ഷേത്രം എന്ന് വെച്ചാൽ ഹിന്ദുവിൻ്റെ മാത്രം പറയും, ദേവാലയ ബാഹ്യമായ ദേവാരാധന. ദേവാലയ ബാഹ്യമായ ദേവാരാധന. യുക്തിവാദികൾക്ക് ദേവാരാധനയെക്കുറിച്ച് പറയാൻ ഒക്കില്ല. പക്ഷേ ഭൂരിപക്ഷം ഈശ്വരവിശ്വാസികളായ ഒരു സമൂഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുള്ളതുകൊണ്ട് അല്പാൽപമായിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞു, ആയുർവേദം കൊടുത്താൽ പെട്ടെന്ന് ഫലം കിട്ടൂല, പക്ഷേ ദീർഘകാല ഫലമാണ്. അല്പാൽപമായിട്ട് ബോഡി മുഴുവൻ കഴുകിയെടുത്ത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുമല്ലോ, അതേപോലെ അത് കഴുകിയെടുക്കാൻ കുറേ സമയമാവും നമ്മുടെ ബോധത്തിൽ നിന്ന് അത് മാറ്റിയെടുക്കാനായിട്ട്. അപ്പം മതനിരപേക്ഷവും ജാതി നിരപേക്ഷവും ദേവാലയ ബാഹ്യമായ ഒരു ആരാധനാക്രമവും കേരള സമൂഹത്തിൽ കൊണ്ടുവരാതെ ശാസ്ത്രചിന്തയ്ക്കും ശാസ്ത്രീയ വീക്ഷണം ഉണ്ടാകാൻ പ്രയാസമാണ്. ശാസ്ത്രം മുന്നോട്ട് പോകും, ശാസ്ത്രീയ വീക്ഷണം ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പം നിലനിൽക്കുന്ന ഉദാര ജനാധിപത്യം, ലിബറൽ ഡെമോക്രസി പോലും അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. ആ ലിബറൽ ഡെമോക്രസിയെ അപകടത്തിലാക്കി കോർപ്പറേറ്റുകളുടെ ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുംഭമേളകളൊക്കെ വരുന്നത്. നമുക്കറിയാം. ഇവിടെ നേരത്തെ രാമൻകുട്ടി സാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഏതോ ഒരു ദണ്ട് കൊണ്ടുപോയിട്ടാണ് അവിടെ സ്ഥാപിച്ചത്, പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ
അവിടെ രാമക്ഷേത്രത്തിൽ സ്ഥാപിച്ചത്. ഇവിടുന്ന് ശിവക്ഷേത്രം ശൈവൻ്റെ ദണ്ഡു കൊണ്ടുപോയി വൈഷ്ണവ ക്ഷേത്രത്തിൽ പാർലമെൻറ്റ് മന്ദിരത്തിൽ ശൈവ ദണ്ഡു കൊണ്ടുപോയി അവിടെ വൈഷ്ണവനെ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ശിവനെയും വിഷ്ണുവിനെയും കൂടി കൂട്ടിക്കെട്ടാൻ ഒരു ഏർപ്പാടാണ്. അതാണ് ഈ നടന്നു വരുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേന്ദ്ര ബഡ്ജറ്റിൽ 2 കാര്യങ്ങളാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന്, കടലാമയെ സംരക്ഷിക്കും. 2, നമ്മൾ വലിയ പ്രാധാന്യത്തോട് കാണാത്ത ഒരെണ്ണം അതിനകത്തുണ്ട്, മിനറൽ മൈനിങ്. മൈനിങ്ങിൻ്റെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. കന്യാകുമാരി മുതൽ നമ്മുടെ ആലപ്പുഴയുടെ തീരം വരെ കേരളത്തിൻ്റെ തീരപ്രദേശം ധാതു സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. അത് സമ്പന്നമായതുകൊണ്ടാണ് CP യുടെ കാലത്ത് മണവാളക്കുറിച്ചിയിലും ചവറയിലും ഈ മണൽ ഫാക്ടറി അന്ന് പറഞ്ഞിരുന്ന നമ്മുടെ സ്ഥാപനങ്ങളുണ്ടാക്കി ഇവിടെ ടൈറ്റാനിയം പ്രോഡക്ട്സൊക്കെ സ്ഥാപിച്ചത് അങ്ങനെയാണ്. ഇപ്പോഴും സമ്പന്നമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ കരുനാഗപ്പള്ളിയിലും കായംകുളത്തുമൊക്കെ തീരപ്രദേശത്ത് സമരം നടക്കുകയാണ്. മൈനിങ്ങിനെതിരെ, മണൽ കോരുന്നതിനെതിരെ, മൈനിങ്ങിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില കമ്പനികൾ ഇവിടെ കേരള സമൂഹത്തിൽ ഇടപെടുന്ന കാര്യമൊക്കെ നമ്മൾ പത്രവാർത്തയിലൂടെ അറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മൈനിങ് ആർക്കാണ് ആവശ്യം? കേരളത്തിലെ ധാതുക്കളെ, സമ്പന്നമായ ധാതുവിനെ ചോർത്തിക്കൊണ്ടുപോയി ആയുധമുണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണം ഉണ്ടാക്കി അന്താരാഷ്ട്ര കമ്പോളത്തിൽ വിറ്റ് കാശാക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? കേരള സർക്കാരിൻ്റെയാണോ ഇന്ത്യ സർക്കാരിൻ്റെയാണോ? 2 സർക്കാരിൻ്റെയുമല്ല, കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഇന്ത്യ സർക്കാരിൻ്റെ ആവശ്യമാണ്. അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെ കിടക്കുന്ന ലക്ഷദ്വീപിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റത്തെ ദ്വീപാണ് കൽപ്പേനി. 10,000 ആൾക്കാരെ അവിടെ ഉള്ളൂ. ആ 10,000 ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു ദ്വീപിൽ കൊണ്ടുപോയി ചെലവ് എന്ത് ചെലവ് വേണമെങ്കിലും വഹിച്ച് താമസിപ്പിച്ചാൽ കൽപ്പേനി ദ്വീപിനെ ആളൊഴിപ്പിച്ചെടുക്കാൻ ഇവിടെ കണ്ടെയ്നർ ഷിപ്മെൻറ്റിനുള്ള താവളമാക്കി മാറ്റാം. ഒരു 10 കൊല്ലം മുമ്പ് പുറത്തു വന്ന ഒരു ഓഷ്യാനോഗ്രാഫി സമുദ്രശാസ്ത്ര പഠനത്തിൽ പറയുന്നത്, മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന, കടലിനടിയിൽ ഉണ്ടായിരുന്ന പോലുള്ള ഈ എണ്ണ സമ്പത്ത് അറബിക്കടലിൻ്റെ കിഴക്കേ അറ്റത്ത് കേരള തീരത്തും ഉണ്ടെന്നാണ്. ലക്ഷദ്വീപും കേരളവും അടങ്ങുന്ന പ്രദേശത്ത് ഈ എണ്ണ സമ്പത്തുണ്ട്. അപ്പോൾ ഇവിടെ ഓയിൽ റിഗുകൾ സ്ഥാപിച്ച് ഇവിടുന്ന് എണ്ണ എക്സ്ട്രാക്ട് ചെയ്ത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് വേണമെങ്കിൽ അത് സമ്പന്നമായി കാശാക്കി വേണം. എന്നാലും കേരള സർക്കാരിന് കഴിയില്ല, ഇന്ത്യ സർക്കാരും ചെയ്യില്ല. അപ്പോൾ ആരായിരിക്കും അത് കൊണ്ടുപോകുന്നത്? അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വരുമ്പോൾ മാൻ പവർ വേണം, ഇവിടെ താവളങ്ങൾ വേണം. അപ്പോൾ കേരളം ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാത്തൊരു സമൂഹമാക്കി മാറ്റണം. യാതൊരു കുഴപ്പവും ഉണ്ടാക്കാത്ത അറബിക്കഥകളിലെ അന്തഃപുരങ്ങൾക്ക് കാവൽ നിൽക്കാനായിട്ട് കാപ്പിരി ഷണ്ണന്മാരെ ഷെയ്ഖുമാരുണ്ടാക്കിയതുപോലെ കേരള സമൂഹത്തെ ഷണ്ഡീകരിച്ച് നിർവീര്യമാക്കി പ്രതികരണശേഷിയില്ലാത്ത ആൾക്കാരാക്കി മാറ്റി കുംഭമേളയും ആചാര അനുഷ്ഠാനങ്ങളും ഉറൂസുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നടത്തി കേരളത്തെ മാറ്റി എടുക്കേണ്ടത് ഏറ്റവും ശാസ്ത്രീയമായ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവിടുത്തെ ധാതുസമ്പത്തിനെയും മനുഷ്യസമ്പത്തിനെയും ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം സമൂഹത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം. അതാണ് അത് മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ്. എപ്പോഴും നമ്മൾ പുരോഗതി തന്നെയാണ്. പക്ഷേ പലപ്പോഴും അതിന് സമൂഹത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾക്ക് പിന്നോട്ടടി ഉണ്ടാവും. ശാസ്ത്രം പഠിച്ചത് കൊണ്ട് മതി വരാ, ശാസ്ത്രാർത്ഥ സാരം ഗ്രഹിച്ചേ മതി വരൂ എന്ന് ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രം ഗ്രഹിച്ചത് കൊണ്ട് മതി വരാ, ശാസ്ത്രാർത്ഥ സാരം ഗ്രഹിച്ചേ മതി വരൂ. നിങ്ങൾ സയൻസ് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ശാസ്ത്രം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ശാസ്ത്രബോധമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ശാസ്ത്രീയ വീക്ഷണം ഉണ്ടാവണം. അതാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.